2019 ഓഗസ്റ്റ് 31 പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്ത് പോത്തുണ്ടി ബോയൻ കോളനിയാണ് സ്ഥലം. പതിവ് പോലെ ഭർത്താവ് സുധാകരൻ തമിഴ്നാട്ടിൽ ജോലിക്ക് പോയിരുന്നു. സജിതയുടെ മക്കൾ സ്കൂളിലും പോയിരുന്നു. അന്നും പതിവ് പോലെ അടുക്കളയിൽ കാര്യപ്പെട്ട പണി സജിതയ്ക്ക് ഉണ്ടായിരുന്നു. സജിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അയൽവാസിയായ പുഷ്പ. അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് ഉച്ചയൂണും കഴിഞ്ഞ് കുറച്ച് നാട്ടുവിശേഷം പറഞ്ഞിരിക്കുന്ന ശീലം ഇവർക്ക് രണ്ടിനും ഉണ്ടായിരുന്നു. പുഷ്പയും ജോലിയെല്ലാം വേഗം ഒതുക്കുന്നതിൻ്റെ തിരക്കിലുമായിരുന്നു. പെട്ടെന്നാണ് അസ്വാഭാവികമായ ഒരു അലർച്ച അടുക്കളയിൽ നിന്ന് പുഷ്പ കേട്ടത്. ശബ്ദം എവിടെ നിന്നാണ് എന്ന് അറിയാൻ പുഷ്പ വേഗം പുറത്തേക്ക് ഓടി. തൻ്റെ കൂട്ടുകാരി സജിതയുടെ വീട്ടിൽ നിന്നുമാണ് ആ നിലവിളിയെന്ന് പുഷ്പയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ സമയം ഏതാണ്ട് 12 മണി കഴിഞ്ഞിരുന്നു. അങ്ങനെ പുഷ്പ സജിതയുടെ വീട്ടിലേക്ക് തിരക്കിട്ട് ഓടിയെത്തി. സജിതയെ എന്താണ് അവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് പുഷ്പ അവിടേക്ക് ഓടി എത്തിയത്. ഈ സമയത്ത് സജിത അടുക്കളയിലാകും ഉണ്ടാവുക എന്നതുകൊണ്ട് തന്നെ പുഷ്പ വേഗം ഓടിച്ചെന്നത് അടുക്കളയിലേക്കാണ്. അവിടെ എത്തിയ പുഷ്പ ആ കാഴ്ച കണ്ട് ഒരു നിമിഷം തരിച്ച് നിന്നുപോയി. രക്തത്തിൽ കുളിച്ച് തൻ്റെ പ്രിയ കൂട്ടുകാരി സജിതയുടെ കഴുത്തിൽ നിന്നും തോളിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തം ആ അടുക്കളയിലാകെ തളം കെട്ടിക്കിടക്കുന്നു. ഇത് കണ്ട് ഭയന്നു വിറച്ച പുഷ്പ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. അയൽപ്പക്കത്തുള്ളവരെയും വിവരം അറിയിച്ചു. എല്ലാവരും കൂടി സജിതയുടെ വീട്ടിലേക്ക് ഓടിക്കൂടി. പെട്ടെന്ന് തന്നെ അവർ പോലീസിനെ വിവരം അറിയിച്ചു. അധികം വൈകാതെ പോലീസ് അവിടേക്കെത്തി. പിന്നാലെ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. അപ്പോഴേക്കും സജിതയുടെ മരണം ഉറപ്പാക്കി ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നു. സജിതയുടെ കഴുത്തിന്റെ പിൻഭാഗത്തും തോളിലും കൈത്തണ്ടയിലുമൊക്കെ തലങ്ങും വിലങ്ങും മൂർച്ചയേറിയ ഒരു ആയുധം ഉപയോഗിച്ച് വെട്ടിയതായി പോലീസിന് മനസ്സിലായി. പക്ഷേ ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ ആരെന്ന് പോലീസിന് മനസ്സിലായില്ല. അപ്പോഴേക്കും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. സജിതയുടെ മൃതദേഹത്തിനരികിൽ നിന്നും മണം പിടിച്ച പോലീസ് നായ അയ്യപ്പൻകുന്ന് വനമേഖലയുടെ ഭാഗത്തേക്ക് ഓടി. ഇതായിരുന്നു പോലീസിന് ലഭിച്ച ആദ്യത്തെ തുമ്പ്. കൊല നടത്തിയ ശേഷം പ്രതികൾ വനമേഖലയിലേക്ക് കടന്നുവെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തുടർന്ന് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. അന്വേഷണ സംഘം കാടിനുള്ളിൽ തിരച്ചിൽ ആരംഭിച്ചു. സജിതയെ കൊലപ്പെടുത്തിയത് ആര് എന്ന ചോദ്യം പോലീസിനെ ഏറെ കുഴപ്പിച്ചുകൊണ്ടിരുന്നു. പ്രതിയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കൃത്യം നടത്തിയപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ കീറിയ ഭാഗങ്ങൾ തുടങ്ങിയവയും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം തെളിവുകളായി സ്വീകരിക്കുന്നു. തണ്ടർ ബോൾട്ടിന്റെയും ഡ്രോണുകളുടെയും സഹായത്തോടെയാണ് പ്രതിയെ പോലീസ് കണ്ടെത്തുന്നത്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം 54-കാരനായ ചെന്താമര എന്ന പ്രതിയെയാണ് പോലീസ് പിടികൂടിയത്. ഇനിയാണ് എന്തിനാണ് സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നത്. ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ ആയിരുന്ന ചെന്താമര ആ കാലത്താണ് പോത്തുണ്ടി സ്വദേശിയായ ഒരു യുവതിയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. അവർക്കൊരു മകൾ ജനിക്കുന്നു. എന്നാൽ പൊതുവെ സംശയരോഗിയായ ചെന്താമരയെ ഉപേക്ഷിച്ച് ഭാര്യ മകളുമായി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി. എന്നാൽ തൻ്റെ കുടുംബം തകരാനും താൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യയും പ്രിയപ്പെട്ട മകളും തന്നെ വിട്ടു പോകാനും കാരണക്കാർ സജിതയും സജിതയുടെ ഭർത്താവ് സുധാകരനുമാണെന്ന് ചെന്താമര ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കാനും ഒരു കാരണമുണ്ടായിരുന്നു. കുടുംബ ബന്ധം തകരുന്നതിനെ തുടർന്ന് ചെന്താമര ഒരു ജ്യോത്സ്യനെ പോയി കാണുന്നു. അയൽപ്പക്കത്തുള്ള നല്ല നീളൻ മുടിയുള്ള ഒരു സ്ത്രീയാണ് ചെന്താമരയുടെ കുടുംബം തകരാൻ കാരണക്കാരിയെന്ന് ജ്യോത്സ്യൻ പറയുന്നു. ഈ കുടുംബം ശിഥിലമാകാൻ അവർ ദുർമന്ത്രവാദം നടത്തിയിട്ടുണ്ടെന്നും ജ്യോത്സ്യൻ ചെന്താമരയെ ബോധിപ്പിക്കുന്നു. ജ്യോത്സ്യൻ പറഞ്ഞ ആ നീളൻ മുടിയുള്ള സ്ത്രീയെ ചെന്താമര കണ്ടെത്തിയത് സജിതയിലാണ്. തൻ്റെ കുടുംബം തകർത്ത സജിത ഇനി ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് ചെന്താമര ഉറപ്പിച്ചു. അതിനായി 2019 ഓഗസ്റ്റ് 31 ചെന്താമര സജിതയുടെ വീട്ടിലെത്തി. ഭർത്താവ് സുധാകരനും മക്കളും വീട്ടിലില്ലാതിരുന്ന സമയത്ത് അടുക്കള വാതിൽ വഴി കടന്നെത്തിയ ചെന്താമര പിന്നിൽ നിന്ന് സജിതയെ വെട്ടി വീഴ്ത്തുകയായിരുന്നു. തൻ്റെ ദേഷ്യവും വൈരാഗ്യവും മാറുന്നതുവരെ ചെന്താമര സജിതയെ തലങ്ങും വിലങ്ങും വെട്ടി. മരണം ഉറപ്പാക്കിയ ശേഷം ചെന്താമര കാടിനുള്ളിലേക്ക് ഓടി മറയുകയായിരുന്നു. പക്ഷേ സജിതയുടെ കൊലപാതകത്തോടെ എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയവർക്ക് തെറ്റി.
അറസ്റ്റ് ചെയ്ത ചെന്താമരയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചെങ്കിലും തന്റെ കുടുംബം തകരാൻ കാരണക്കാരി സജിതയാണെന്ന വിശ്വാസത്തിൽ യാതൊരു മാറ്റവും ചെന്താമരയ്ക്ക് അപ്പോഴും ഉണ്ടായിരുന്നില്ല. ജോത്സ്യന്റെ വാക്കുകൾ വിശ്വസിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ഒരു കൂസലുമില്ലാതെ ഇയാൾ അന്വേഷണ സംഘത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ചെന്താമരയെ റിമാൻഡ് ചെയ്തു. കുറ്റപത്രം സമർപ്പിച്ച ശേഷം വിചാരണയും ആരംഭിച്ചു. സാക്ഷിമൊഴികളും ഫോറൻസിക്സ് തെളിവുകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും അന്വേഷണത്തെ കൂടുതൽ ശക്തമാക്കി. അപ്പോഴും സജിതയുടെ കുടുംബം ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ അവരെ എന്നും വേട്ടയാടിക്കൊണ്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു സംഭവം വർഷങ്ങൾക്ക് ശേഷം അരങ്ങേറുന്നു. സജിതയുടെ കൊലപാതകത്തിന് ശിക്ഷ അനുഭവിച്ച ജയിൽ മോചിതനായി പുറത്തിറങ്ങിയ ചെന്താമര പഴയ വൈരാഗ്യമൊന്നും മറന്നില്ല. സജിതയുടെ മരണത്തിന് ശേഷവും സുധാകരനാണ് തന്റെ ജീവിതം തകർത്തതെന്ന് ഇയാൾ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. പ്രതികാരം പൂർത്തിയായിട്ടില്ലെന്ന ചിന്ത ചെന്താമരയെ വീണ്ടും അതേ വഴിയിലേക്ക് നയിച്ചു. അങ്ങനെ 2025 ജനുവരി 27 നെന്മാറയിലെ പോത്തുണ്ടിയിലെ ആ വീട് വീണ്ടും ഒരു രക്തച്ചൊരിച്ചിലിന് സാക്ഷിയായി. അന്ന് രാവിലെ സുധാകരൻ തന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്നു. ഈ സമയം കയ്യിൽ വെട്ടുകത്തിയുമായി ചെന്താമര അവിടേക്ക് എത്തി. എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ സുധാകരന് നേരെ ചെന്താമര ആക്രമണം തുടങ്ങി. രക്ഷപ്പെടാനാകുന്നതും ശ്രമിച്ചെങ്കിലും സുധാകരൻ അതിന് കഴിഞ്ഞില്ല. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വെട്ടേറ്റ് സുധാകരൻ നിലത്ത് വീണു. മകൻ രക്തത്തിൽ കുളിച്ചു വീണു പിടയുന്നത് കണ്ട സുധാകരന്റെ അമ്മ ലക്ഷ്മി അവിടേക്ക് ഓടിയെത്തി. മകനെ രക്ഷിക്കാൻ ഓടിയെത്തിയ ലക്ഷ്മി അമ്മയ്ക്കും ചെന്താമരയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. മകനെ ചേർത്ത് പിടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ച ആ അമ്മയ്ക്കും വെട്ടേറ്റു. ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇരട്ട കൊലപാതകം നടത്തിയ ശേഷം ചെന്താമര വീണ്ടും വനമേഖലയിലേക്ക് തന്നെ രക്ഷപ്പെട്ടു. അങ്ങനെ വീണ്ടും നെന്മാറ ഭീതിയിലായി. വൻ പോലീസ് സന്നാഹവും തണ്ടർബോൾട്ടും ഡ്രോണുകളും ഉപയോഗിച്ച് മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനൊടുവിൽ വനത്തിനുള്ളിൽ നിന്ന് തന്നെ വീണ്ടും ചെന്താമര പിടിയിലാകുന്നു. ഇതോടെ 2019 സജിതയുടെ കൊലപാതകത്തോടെ ആരംഭിച്ച പ്രതികാരത്തിന്റെ രക്തക്കഥയ്ക്ക് മറ്റൊരു ക്രൂരാധ്യായം കൂടി എഴുതപ്പെട്ടു. സജിതയുടെയും സുധാകരന്റെയും കൊലപാതകങ്ങൾ ഒരുമിച്ച് പരിശോധിച്ച അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും കോടതിയിൽ ഹാജരാക്കി. ദീർഘമായ വിചാരണയ്ക്ക് ശേഷം ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തുന്നു. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. സജിതയുടെ കൊലപാതക കേസിലെ വിചാരണയും നിയമ നടപടികളും അപ്പോഴും പുരോഗമിച്ചു. ഒരു ജോത്സ്യന്റെ വാക്കുകളെ അന്ധമായി വിശ്വസിച്ചതും അനാവശ്യ സംശയങ്ങളും വൈരാഗ്യവും ചേർന്നപ്പോൾ 3 നിരപരാധികളുടെ ജീവനാണ് നഷ്ടമായത്. നെന്മാറയിലെ പോത്തുണ്ടി ഇന്നും ഈ സംഭവത്തെ ഓർക്കുന്നത് അന്ധവിശ്വാസവും പ്രതികാരവും മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കുന്നതിൻ്റെ നടുക്കുന്ന ഓർമ്മയായാണ്.